അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൂടെ പരമേശ്വരി ചേച്ചി ഉണ്ട്, സുനിത ചേച്ചി ഉണ്ട്. തൃശ്ശൂരാണ് രണ്ടുപേരും. ഡേറ്റാടിൻ്റെ നെയ്ബേഴ്സാണ്. 2012 തൊട്ടുണ്ട് എല്ലമാർക്കയുടെ കൂടെ. അപ്പോൾ നമുക്ക് ചോദിക്കാം അവരുടെ എക്സ്പീരിയൻസസ്. ചേച്ചി തുടക്കം മുതൽ കൂടെ ഉണ്ട്. കുറച്ച് സൗണ്ട് സംസാരിക്കോ? ഞങ്ങൾ കൂടെ ഉണ്ട്. പിന്നെ ഇപ്പൊ യാഗത്തിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇരിക്കണം. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? യാത്ര വളരെ സുഖമായിരുന്നു. ഇവിടെ വോളണ്ടിയറിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ രാവിലെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കഴിഞ്ഞു. സുഖമായി പോകണം ആണ്. അതിന്റെ എക്സൈറ്റ്മെന്റിലാണ്. നാളെയും മറ്റന്നാളെയും പ്രോഗ്രാംസ് ആണ് നമുക്ക് ഫുള്ള്. അതെ, ഇവിടെ കുറെ ക്ഷേത്രങ്ങളൊക്കെ കാണാൻ പറ്റി. പോയി ഉജ്ജയിൻ പറയുന്ന ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തു. ഏതൊക്കെ ക്ഷേത്രം പോയി? കാലേശ്വര ക്ഷേത്രം പോയി, ശ്രുതി ക്ഷേത്രത്തിൽ പോയി. ക്ഷിപ്രാരതി കണ്ടു. അത് ഒഴിയാനുള്ള ഒരു ചെറിയൊരു അനുഗ്രഹം കിട്ടി രണ്ടുപേർക്കും ഒഴിയാൻ. ആണല്ലേ? അവര് വൈകുന്നേരം നമ്മളും പോയി നിൽക്കുമ്പോൾ നമ്മളെ തേരിന്റെ ആരതി, അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ഓക്കെ. പിന്നെ നല്ലൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ്. നമ്മുടെ രൂപേഷും അനൂപ് അവരുടെ കൂടെ ഞങ്ങൾ വന്നത്. അതിലും മറ്റേ അനൂപിനും രാജേഷിനും വരാൻ പറ്റിയില്ല. എത്താൻ സാധിക്കട്ടെ ചിലപ്പോൾ സമയത്ത്. ഭഗവാന്റെ നിയോഗം പോലെ വരാൻ പറ്റിയാലോ. അപ്പൊ അത് ഒരു വിഷമമുണ്ട്. ബാക്കിയെല്ലാം ഹാപ്പിയാണ്. ഫുഡൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ? ഞങ്ങൾക്ക് ഈ ഗുരുകുലത്തെ ഫുഡ് വളരെ ഇഷ്ടപ്പെട്ടു. നമുക്ക് വളരെ വയറൊക്കെ നല്ല സുഖമായിട്ടിരിക്കുന്നത്. കാരണം നമ്മൾ പാകത്തിന് കഴിക്കുക അല്ലേ? നല്ലൊരു ഫുഡ്, നല്ല രസമല്ലേ ഇവിടെ ഒരു എൻവയോൺമെന്റ്? അന്തരീക്ഷം ഇപ്പൊ നമുക്ക് ചൂടൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ അങ്ങനെ ഗുരുകുലം മാത്രം ഒരു പോസിറ്റീവ് എനർജി മാത്രമുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അവിടെ കുട്ടികളൊക്കെ ഒരു മുണ്ടൊക്കെ എടുത്ത് വിദ്യാർത്ഥികള് അവരുടെ റോട്ടിൽ ഞങ്ങൾ കുറച്ച് പേരെ കണ്ടു. ഇതേപോലെ ഗുരുകുലത്തിൽ മാത്രം കുട്ടികൾ പോകുന്നത്. അവരുടെ ഭജനയൊക്കെ ഞങ്ങൾ ആസ്വദിച്ചു. ഭജന ഇവിടെ കുട്ടികൾ ഉണ്ടായിരുന്നു വൈകുന്നേരം. പിന്നെ ഇവിടുന്ന് രാജ് പറഞ്ഞിട്ടൊരു കുട്ടി ഞങ്ങളുടെ കൂടെ അവിടെ വന്നു അല്ലേ, എല്ലാവരുടെയും കറങ്ങാൻ പോവാൻ. അതുകൊണ്ട് അതും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് സന്ദീപനി ആശ്രമത്തിൽ പോയിരുന്നു. ശ്രീകൃഷ്ണൻ അവര് അപ്പൊ സന്ദീപിനി എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണന്റെ ആശ്രമമാണ്. ഗുരുകുലം സുദാമ ബലരാമൻ പഠിച്ച ആശ്രമമാണ്. പിന്നെ നമ്മൾക്ക് ഗുരു പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളുണ്ട്. ഉജ്ജയിനിലെ തന്നെ വിക്രമാദിത്യന്റെ അവിടെയും പോയിരുന്നു. അവിടെ നിന്നൊക്കെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എല്ലമാർക്കയുടെ ഫ്ലാഗ് ഒക്കെ നമ്മുടെ ഉള്ളിൽ എല്ലമാർക്കയുടെ ഒരു ഫ്ലാഗ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടേക്ക് ഒന്ന് പോയി. പിന്നെ അതുകൊണ്ട് അധികം പറഞ്ഞു തന്നുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങള് ഈ ഉജ്ജയിനിലെ കുറേ പ്രത്യേകതകളെ പറ്റിയാണ് മനസ്സിലാക്കാൻ പറ്റി. ഗുരുവിന്റെ വാക്കുകൾ എപ്പോഴും ഇങ്ങനെ കണ്ണു കുറിച്ച് നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് മാക്സിമം ഫോളോ അപ്പ് ചെയ്യാൻ അവര് പറയുന്നത് ഫോളോ അപ്പ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അതുകൊണ്ട് വൃത്തിക്ക് കാണാൻ പറ്റിയല്ലോ, എല്ലാം വൃത്തിയും മനസ്സിലാക്കി കാണാൻ പറ്റി. ശുക്രാനദി അവിടെ ഒഴിഞ്ഞ ഗംഗാനദിയും ഇതൊക്കെ പോലെയാണ്. ഇതേപോലെ എന്താ പറയാ, അത് അമൃത് കടഞ്ഞെടുക്കുന്നുണ്ടല്ലോ പാലാഴി. അതിലെ ഒരു ചെറിയ സ്ഥലമാണ് ഉജ്ജയിൻ. അതാണ് ഇവിടെ ഭയങ്കര ഒരു പോസിറ്റീവ്. അതെ, ഹരിദ്വാർ ഋഷികേശ് ഒക്കെ പോലെ. അപ്പൊ വെറുതെ കാണുന്നതിന് പകരം പഠിച്ചിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിട്ട് വന്ന് കാണുന്ന എക്സ്പീരിയൻസ് വേറെയാണ്. സിദ്ധിമ അങ്ങനെ തന്നെയാണ്. സതീദേവിയുടെ കൈമുട്ട് വീണ സ്ഥലമാണ് സിദ്ധിമാണ് ആ ദേവി. അപ്പൊ പിന്നെ ആ വിക്രമാദിത്യന് ഒരു തലയായിട്ട് ഹോമകുണ്ടത്തിൽ അർപ്പിക്കുന്നുണ്ട്. അതെല്ലാം അപ്പുറത്ത് വിക്രമാദിത്യന്റെ തലയായിട്ട് അവിടെ ഇതൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ല. അതായത് നമ്മള് വിക്രമാദിത്യന്റെ സൗമ്യാനിക്കിൽ നമുക്ക് കുറെ ആർട്ടിക്കിൾ എഴുതിയിരുന്നു. സൗമ്യാജി നമ്മുടെ ചെന്നൈയിലെ സൗമ്യാജി നമ്മുടെ ഗ്രൂപ്പിലെ അപ്പൊ അവര് ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു മുമ്പ്. കുറെ വിക്രമാദിത്യനെ പറ്റി നമുക്ക് പറഞ്ഞു തന്നു. അതിന്ന് കുറെ ഞങ്ങൾ അങ്ങനെ കുറച്ചൊരു കമ്മ്യൂണിക്കേഷൻ ചെറുതായിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മളും പഠിക്കുമായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾക്ക് എന്താ വെച്ചാൽ രജിത്ത് ആദ്യം രജിത്തേന്ന് വിളിക്കാൻ പാടുള്ളൂ, ക്യാപ്റ്റനെ പറയാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഗുരു തന്നെ പറയുള്ളൂ. അപ്പോൾ അതായത് ഗുരുവിന്റെ വാക്കുകൾ നമ്മൾ വളരെയേറെ ശ്രദ്ധയോടുകൂടി കേട്ടിട്ട് അതുപോലെ മുന്നോട്ട് പോകുകയാണെന്ന് വെച്ചാൽ നമുക്ക് പോസിറ്റീവ് എനർജി ഓരോ മനുഷ്യന്റെ ആത്മാവിനുള്ള അത് തിരിച്ചറിയാനും പോസിറ്റീവ് വൈബ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും.
നമുക്ക് സ്വയം കിട്ടും. അതിന് ഉറപ്പാണ്, അത് ഉറപ്പാണ്. തീർച്ചയായിട്ടും യാഗത്തിൽ എല്ലാവരും പങ്കെടുക്കട്ടെ. മറ്റന്നാളെ യാഗം നടക്കാൻ പോവാണ്. എത്ര എക്സൈറ്റഡ് ആണ്. രാവിലെ മുതൽ മുരുകപ്പെരുമാളിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നമ്മുടെ വെള്ളന്മാർക്ക് ഫ്ലാഗ് ഉണ്ടായിരുന്നു ഇവിടെ. ഫ്ലാഗ് ഇന്നലെ അത് പെയിന്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ ഭംഗി ഇവരെല്ലാവരും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ട് ബോൾസും എല്ലാവരും താങ്കളാണെങ്കിലും സൂരജാണെങ്കിലും ഓരോരുത്തരെടുത്തും വന്നിട്ട് വീഡിയോ എടുക്കുന്ന കൃത്യമായി പോസ്റ്റ് ചെയ്യണം. നമ്മള് രസല്ലേ ഒരു ടീമായിട്ട് പങ്കെടുക്കാൻ നമുക്ക് ഒന്നിച്ച് ചേരാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. ഞങ്ങള് ലേഡീസിന്റെ ഒരു ഗ്രൗണ്ട് ഫോഴ്സില് മാക്സിമം എല്ലാവരും കൂടി ചേർന്നിട്ട് അതും നമുക്ക് എല്ലാവർക്കും ഇനി കൂടുതൽ ഗംഭീരമാകുമ്പോഴേക്കും എല്ലാം ഇനിയും കുറച്ചുകൂടി വലിയ രീതിയിൽ നമ്മൾ ചെയ്യും. പിന്നെ അതിനൊരു നമുക്ക് നമ്മുടെ ക്യാപ്റ്റന്റെ കൂടെ നമസ്കാരം. ശരണമായ നമഃ.